السلام عليكم ورحمة الله. بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله. أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا. صدق الله العلي العظيم. ഏറ്റവും ബഹുമാനപ്പെട്ട അധ്യക്ഷൻ യൂസുഫ് സാർ അവറുകൾ, ബഹുമാന്യനായ ജൗഹർ ഗോയ തങ്ങൾ അവർകൾ, ബഹുമാന്യനായ അമാനി ഉസ്താദ് അവർകൾ, എൻ്റെ സുഹൃത്തും പ്രഭാഷകനും പ്രബോധകനുമൊക്കെയായ സക്കീർ അസ്ഹരി ഉസ്താദ് അവർകൾ, സ്റ്റേജിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടൽ സൽക്കർമ്മമായി സ്വീകരിക്കുമാറാവട്ടെ എന്ന് ആമുഖമായിട്ട് ദ്വായിരക്കുകയാണ്. സുദീർഘമായ ഉദ്ഘാടന പ്രസംഗത്തിന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നിരുന്നാലും ഔപചാരികതയ്ക്ക് വേണ്ടി ഒന്ന് രണ്ട് ചെറിയ വാക്കുകൾ പറഞ്ഞ് ഇൻഷാ അല്ലാഹ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഇനി കുറഞ്ഞ സമയം കൊണ്ട് നമ്മുടെ ഈ പരിപാടി ഇവിടെ അവസാനിപ്പിക്കേണ്ടതാണ്. ബഹുമാനമുള്ളവരെ, ഇതുപോലത്തെ ആത്മീയ മജ്‌ലിസുകൾ സംഘടിപ്പിക്കുന്നതിലൂടെ നമ്മൾ ലക്ഷ്യമിടുന്നത് ഭൗതിക ലോകത്ത് നമുക്ക് ഇന്ന് കിട്ടാക്കനിയായിക്കൊണ്ടിരിക്കുന്ന മനസ്സമാധാനം നേടിയെടുക്കുക എന്നുള്ളതാണ്. ഇതുപോലത്തെ മജ്‌ലിസുകളിലൂടെ മുഖ്യമായിട്ട് നമ്മൾ ലക്ഷ്യമിടുന്നത്. വർത്തമാന കാലഘട്ടത്തെക്കുറിച്ച് നമ്മൾ ആലോചിച്ചാൽ എല്ലാ മനുഷ്യരും ജാതി മത ഭേദമന്യേ എല്ലാവരും സങ്കീർണമായ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ, പ്രതിസന്ധികളിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന വളരെ പ്രയാസം നിറഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. കാശുള്ളവനും ഇല്ലാത്തവനും ഒന്നല്ലെങ്കിൽ മറ്റൊരു നിലക്ക് സമാധാനം ഇല്ലാതെ നെട്ടോട്ടമോടുന്ന ഭീതിതമായ അവസ്ഥയാണ് എന്നും നമുക്ക് കാണാൻ കഴിയുന്നത്. ആ അവസ്ഥകൾക്കൊക്കെ മാറ്റമുണ്ടാക്കി സമാധാനമുള്ള, സന്തോഷമുള്ള, റാഹത്തുള്ള ഒരു ജീവിതം നമുക്ക് ലഭ്യമാക്കുന്നതിന് വേണ്ടിയാണ് ഇതുപോലത്തെ ആത്മീയ മജ്‌ലിസുകളൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. സക്കീർ ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഇവിടെ എല്ലാ മാസവും നടന്നു വരുന്ന സ്വലാത്ത് മജ്‌ലിസും എല്ലാം അതുകൊണ്ടെല്ലാം നമ്മൾ ലക്ഷ്യമാക്കുന്നത് നമ്മുടെ പ്രശ്ന സങ്കീർണമായ മനസ്സുകൾക്ക് സമാധാനവും ശാന്തിയും ഉണ്ടാക്കിയെടുക്കലാണ്. ആ സമാധാനവും ശാന്തിയും
നമുക്ക് വർത്തമാന കാലഘട്ടത്തിൽ ലഭിക്കുന്നുണ്ടോ എന്ന് നാം ഓരോരുത്തരും ഇതുപോലത്തെ വേദികളിൽ വച്ച് ആത്മവിചിന്തനം ചെയ്യേണ്ടതുണ്ട്. ഇന്ന് നമ്മൾ ഏതൊരു മനുഷ്യനോട് ചോദിച്ചാലും ഹബീബ് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല. ചിലര് പറയും ഒരു രക്ഷയില്ല ഉസ്താദേ. ഒരു കാലഘട്ടത്തിൽ വളരെയധികം അഹംഭാവത്തോടെ അല്ലെങ്കിൽ അഹങ്കാരത്തോടെ അല്ലെങ്കിൽ അഭിമാനത്തോടെ നടന്നിരുന്ന ആളുകൾ പോലും പലപ്പോഴും പറയും ഉസ്താദ് രക്ഷയില്ല, കച്ചവടങ്ങളൊക്കെ മടുപ്പാണ്, തൊഴിൽ മേഖലയിൽ മടുപ്പാണ്, എല്ലാ സ്ഥലത്തും മടുപ്പാണ്, പ്രശ്നങ്ങളാണ്, പ്രതിസന്ധികളാണ്, സമാധാനം ആർക്കുമില്ല. ഇതുപോലത്തെ ആത്മീയ മജ്‌ലിസുകളിൽ ദുആ വസിയത്ത് വരുന്ന കേസുകളൊക്കെ നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ അതിൽപ്പെട്ട അധിക കാര്യങ്ങളും ഭൗതികമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടിക്കൊണ്ടായിരിക്കും. പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൗതിക ലോകത്ത് നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ അമൂല്യമായ ഒന്നാണ് മനസ്സിന്റെ സമാധാനം. ആ സമാധാനം നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് പലപ്പോഴും നമ്മൾ മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും ധർമ്മത്തിന്റെ പാത വെടിഞ്ഞുകൊണ്ട് അധർമ്മത്തിലേക്ക് നമ്മൾ പലപ്പോഴും ചെന്ന് വീഴുന്നത് മനസ്സിന് സമാധാനം കിട്ടുന്നതിന് വേണ്ടിയാണ്. ഇന്നത്തെ നമ്മളുടെ സ്കൂൾ കുട്ടികളുടെയും യുവാക്കളുടെയും അതുപോലെ തന്നെ അല്ലാത്ത സഹോദര സഹോദരിമാരുടെയൊക്കെ അവസ്ഥ നാം ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ, പ്രിയമുള്ളവരെ, ഈ സമാധാനം ലഭ്യമാകുന്നതിന് വേണ്ടി, അവർക്ക് സന്തോഷം കിട്ടുന്നതിന് വേണ്ടി അവർ അവലംബിക്കുന്ന ഹീനമായ മാർഗങ്ങൾ ഒരുപക്ഷെ ഇതുപോലത്തെ വേദികളിൽ നമുക്ക് പറയാൻ പോലും കഴിയാത്ത വിധത്തിലുള്ളതാണ്. വളരെ ഗൗരവത്തിൽ നമ്മൾ എടുക്കണം. ഇന്ന് സമ്പൂർണമായ ദീനുൽ ഇസ്ലാമുള്ള അല്ലെങ്കിൽ സമ്പൂർണമായ ദീനുൽ ഇസ്ലാമിന്റെ അനുയായികളായിട്ട് ജീവിക്കുന്ന അല്ലെങ്കിൽ പാരമ്പര്യ മുസ്ലിമീങ്ങളായിട്ട് ആചാരാനുഷ്ഠാനങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ആളുകളിൽ പോലും ഇസ്ലാം വിരുദ്ധ പ്രവർത്തനങ്ങൾ സാർവത്രികമായിട്ട് ഉണ്ടാവുകയും അത് ലാഘവത്തോടെ അതൊരു ഹറാമല്ലേ, അല്ലെങ്കിൽ ഇന്ത്യ രാജ്യം പോലെയുള്ള രാജ്യത്ത് അങ്ങനെ ജീവിക്കാൻ, ഇങ്ങനെയല്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു ലാഘവത്തോടെ നാം എല്ലാവരും എല്ലാ പ്രശ്നങ്ങളെയും ലളിതവൽക്കരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്ന ഒരേ ഒരായത്ത് മാത്രമാണ് ഈ വിശുദ്ധമായ വേദിയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. മനുഷ്യന്റെ മനസ്സിന് സമാധാനം, സന്തോഷം കിട്ടാനുള്ള ഏറ്റവും വലിയ മരുന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത് ദിക്റുല്ലാഹി, അല്ലാഹുവിനെ കുറിച്ചുള്ള സ്മരണ. എനിക്കൊരു നാഥനുണ്ട്. എന്റെ ഹറക്കാത്ത് സക്കനാത്തുകൾ, എന്റെ ചലനങ്ങളും നിശ്ചലനങ്ങളും എന്റെ ചിന്തകളും എല്ലാ കാര്യങ്ങളും നിരീക്ഷിക്കുന്ന സർവേശ്വരനായ തമ്പുരാൻ എനിക്കുണ്ട് എന്നുള്ള ചിന്ത ഇന്ന് നമ്മളുടെ എല്ലാവരുടെയും മനസ്സിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയപ്പോൾ നമുക്ക് എവിടെയും അസമാധാനമാണ്, എവിടെയും അശാന്തിയാണ്. പ്രിയമുള്ള സഹോദരന്മാരെ, പഞ്ചായത്ത് വാർഡിലാണെങ്കിലും പഞ്ചായത്തിലാണെങ്കിലും താലൂക്കിലാണെങ്കിലും വില്ലേജിലാണെങ്കിലും ജില്ലയിലാണെങ്കിലും സ്റ്റേറ്റിലാണെങ്കിലും എവിടെയാണെങ്കിലും ഇന്ന് സമാധാനം നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്ന അല്ലാഹുവിനെ സ്മരിക്കുക, അല്ലാഹുവിനെ ഓർക്കുക, നിങ്ങളുടെ മനസ്സിന് സമാധാനം കിട്ടും. അതിനു വേണ്ടിയാണ് ഇതുപോലത്തെ ആത്മീയ മജ്‌ലിസുകളൊക്കെ നമ്മൾ ഒരുമിച്ച് കൂട്ടുന്നത്. എന്റെ പ്രിയമുള്ളവരെ, ചില മഹത്തുക്കൾ അവരുടെ ആത്മീയ ഉപദേശങ്ങളിൽ പറയുന്നത് കാണാം, ഓ മനുഷ്യരെ, മൂന്ന് കാര്യങ്ങൾ നിന്റെ ഹൃദയത്തിൽ എപ്പോഴും സ്ഥിരപ്പെട്ടിരിക്കണം. ആ മൂന്ന് കാര്യത്തെക്കുറിച്ച് എപ്പോഴും നീ ബോധവാനായിരിക്കണം എന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ ഉപദേശിക്കുന്നത് കാണാം. അതിൽപ്പെട്ട ഒന്നാമത്തെ കാര്യമാണ് നീ ഉറപ്പിക്കുക, ലാ നജാത്ത മിനൽ മൗതി. ആദ്യമായിട്ട് നിന്റെ മനസ്സിലുണ്ടാകേണ്ട ചിന്തയാണ്
ഞാൻ എത്രമാത്രം അഹങ്കരിച്ചാലും, ഞാൻ എത്രമാത്രം അഹംഭാവിയായാലും, ഞാൻ എത്രമാത്രം ഉന്നതനായാലും ഒരു ദിവസം അസ്രായീലിന്റെ മുന്നിൽ ഞാൻ കിടന്നു കൊടുക്കേണ്ടവനാണ് എന്നുള്ള ഒരു ചിന്ത നിന്റെ മനസ്സിൽ എപ്പോഴും നിനക്കുണ്ടാകണം. അനാശാസ്യ പ്രവർത്തനങ്ങളിലേക്ക് പോകുമ്പോൾ, അധാർമികമായ കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ, മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ലഹരി വസ്തുക്കളുടെയും അടിമകളായി മാറുമ്പോൾ അവിടെയൊക്കെ നമ്മൾ ചിന്തിക്കുക, ആ നിമിഷ നേരത്തെ സുഖത്തിന് വേണ്ടി, നിമിഷ നേരത്തെ ആസ്വാദനത്തിന് വേണ്ടി അധാർമികമായ മാർഗം നീ സ്വീകരിക്കുമ്പോൾ നീ ഒരിക്കലെങ്കിലും ചിന്തിക്കണം, എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മരണം നിശ്ചയിച്ചിട്ടുണ്ട്. ആ മരണത്തെ നേരിടാതെ, ആ മരണത്തെ അഭിമുഖീകരിക്കാതെ ഒരു മനുഷ്യൻ ഇവിടെ ജീവിക്കാൻ കഴിയില്ല. എത്ര വലിയവനാണെങ്കിലും, എത്ര ഉന്നതനാണെങ്കിലും അസ്രായിലിന്റെ മുന്നിൽ കീഴ്പ്പെട്ടേ മതിയാകൂ എന്നുള്ള ഒരു ബോധം നിന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം എന്ന് മഹത്തുക്കളായ ആളുകൾ ഉപദേശിക്കാറുണ്ട്. രണ്ടാമത്, ലാ റാഹത്ത ഫിദ് ദുനിയാ അബദാ, ദുനിയാവിൽ ഒരിക്കലും റാഹത്തുണ്ടാവുകയില്ല, ദുനിയാവിൽ ഒരിക്കലും റാഹത്തുണ്ടാവുകയില്ല എന്നും നിന്റെ മനോമുഖരത്തിൽ എപ്പോഴും ഉണ്ടാകണം. പ്രത്യേകിച്ച് സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവ് റാഹത്തിന് വേണ്ടിയുള്ളതല്ല. അഥവാ ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അല്പം റാഹത്തൊക്കെ തന്നാലും ആ റാഹത്തിന് സമാപനം കുറിച്ചുകൊണ്ട്, ആ റാഹത്തിനെ അവസാനിപ്പിച്ചുകൊണ്ട്, പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ദുഃഖം തന്നേക്കാം, പ്രയാസങ്ങൾ തന്നേക്കാം, വിഷമങ്ങൾ തന്നേക്കാം. കാരണം ദുനിയാവെന്ന് പറയുന്നത് അങ്ങനെയാണ്. അങ്ങനെ പൂർണ്ണമായ റാഹത്ത് ദുനിയാവിൽ ലഭ്യമാകണമെങ്കിൽ ആരംഭപ്പൂവായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കാണ് ലഭിക്കേണ്ടത്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താകുന്നത് വരെ എല്ലാ നിലക്കുമുള്ള സമ്പൂർണമായ ഒരു റാഹത്ത് കൈവരിച്ചുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തോട് വിട പറഞ്ഞത് എന്ന് നമുക്കൊരിക്കലും പറയാൻ കഴിയില്ലല്ലോ. അപ്പോൾ റാഹത്ത് ലഭിക്കണമായിരുന്നുവെങ്കിൽ അത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കായിരുന്നു. പക്ഷേ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പരിപൂർണമായ റാഹത്ത് ദുനിയാവിൽ നിന്ന് കിട്ടിയിട്ടില്ല. കാരണം ദുനിയാവ് മുഅ്മിനിന് റാഹത്ത് എടുക്കാനുള്ളതല്ല. അൽ മൗതു റാഹത്തുൽ മുഅ്മിനി, മുഅ്മിനിന് അല്ലാഹു റാഹത്ത് കൊടുക്കുന്നത് മരണത്തിലൂടെയാ. അപ്പൊ അതുകൊണ്ട് നിന്റെ മനസ്സിൽ ഉണ്ടാകേണ്ട, നിന്റെ ചിന്തയിൽ എപ്പോഴും നിഴലിച്ചു നിൽക്കേണ്ട ഒന്നാണ് ലാ റാഹത്ത ഫിദ് ദുനിയാ. മഹത്തുക്കൾ ഉപദേശിക്കുകയാണ്, ഈ ദുനിയാവിൽ നിനക്ക് റാഹത്ത് ഒരിക്കലും ഉണ്ടാക്കിയെടുക്കാൻ കഴിയുകയില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ ഒരു ഈന്തപ്പനയുടെ പായയിൽ കിടന്നുകൊണ്ട് എഴുന്നേറ്റ് വരുമ്പോൾ ശറഫാക്കപ്പെട്ട ശരീരത്ത് ആ പായയുടെ അളികൾ കൊണ്ട് ഇങ്ങനെ പാടുകൾ കണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, തങ്ങളെ, ഞങ്ങൾക്ക് സങ്കടം വരുന്നല്ലോ. ലോകത്തിന്റെ നേതാവായ റഹ്മത്തുൽ ലിൽ ആലമീനായ തങ്ങളുടെ ഈ ഒരു പരിതാപകരമായ അവസ്ഥ കണ്ടപ്പോൾ വിഷമം തോന്നുന്നു തങ്ങളെ. അതേ സമയത്ത് റോമയുടെയും അതുപോലെ തന്നെ കിസ്രയുടെയും രാജാക്കന്മാർ, അവരുടെ അനുയായികളൊക്കെ വളരെ സുഖലോലുപരായിട്ട് ലോകത്ത് കഴിയുന്നുണ്ടല്ലോ, അങ്ങക്ക് ഈ ദുരവസ്ഥയാണല്ലോ എന്ന് പറഞ്ഞതായ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കുള്ള എല്ലാ സുഖങ്ങളും റാഹത്തുകളും ദുനിയാവിൽ വെച്ച് തന്നെ കൊടുത്തു തീർക്കുകയാണ്. പരലോകത്താണ് അല്ലാഹു നമുക്ക് റാഹത്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് സത്യവിശ്വാസികളെ, ഈ ആത്മീയ സദസ്സിൽ ഒരുമിച്ച് കൂടുമ്പോൾ ഞാനും നിങ്ങളുമൊക്കെ ചിന്തിക്കുക, ലാ റാഹത്ത ഫിദ് ദുനിയാ, ദുനിയാവിൽ സമ്പൂർണമായ റാഹത്ത് ഒരിക്കലും നമുക്ക് നേടിയെടുക്കാൻ കഴിയുകയില്ല. മൂന്നാമതായിട്ട് മഹത്തുക്കൾ പറയുന്നു, വലാ സലാമത മിൻ കലാമിൻ നാസ്, ജനങ്ങളുടെ നാവിനെ തൊട്ട് ഒരിക്കലും നിനക്ക് സലാമത്തുണ്ടാകും എന്ന് നീ വിചാരിക്കുക പോലും ചെയ്യണ്ട. ഒരിക്കലും നിനക്ക് മോചനമുണ്ടാകുമെന്ന് നീ വിശ്വസിക്കണ്ട. അത് മൗഢ്യമാണ്, വിശ്വസിക്കാൻ പാടില്ല. നീ നന്മ ചെയ്താലും തിന്മ ചെയ്താലും അതിലൊക്കെ പ്രതികരിക്കുന്ന, അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും പ്രതികരിക്കുന്ന ഒരുപാട് ആളുകൾ നിനക്ക് കാണാം. നീ നന്മ ചെയ്യുന്നവനാണെങ്കിലും ആ നന്മയ്ക്ക് എതിരെ പ്രവർത്തിക്കുന്നവരെ അല്ലെങ്കിൽ പ്രതികരിക്കുന്നവരെ കാണാം. നീ തിന്മ ചെയ്യുന്നവനാണെങ്കിൽ അതിനെയും സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നവരെ നിനക്ക് കാണാം, എതിർക്കുന്നവരെയും കാണാം. ഇങ്ങനെ ഏത് ചെയ്താലും അവിടെയൊക്കെ ജനങ്ങളുടെ നാവ്
അതിനെ തൊട്ട് ഒരിക്കലും നിനക്ക് സലാമത്തുണ്ടാവുകയില്ല. ആ ഒരു ബോധം നിന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. പണ്ടിവിടെയോ ഒരു പുസ്തകത്തിൽ വായിച്ചത് ഓർക്കുകയാണ്. ഒരു കഴുതപ്പുറത്ത് സഞ്ചരിച്ച ഒരു വാപ്പയുടെയും മകന്റെയും കഥ. ആ കഴുതപ്പുറത്ത് രണ്ടുപേരും കയറി ഒന്നിച്ച് സഞ്ചരിച്ചപ്പോൾ ഒരു വിഭാഗം ആളുകൾ പറഞ്ഞു, എന്ത് ദുഷ്ടന്മാരാണ്, ഒരു പാവപ്പെട്ട കഴുതയുടെ പുറത്ത് വാപ്പയും മകനും ഒന്നിച്ച് കയറി യാത്ര ചെയ്യുന്നു. അതേ സമയത്ത് കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോൾ വാപ്പയിറക്കും മകൻ യാത്ര ചെയ്തപ്പോൾ അപ്പോഴും ആളുകൾ പറയാൻ തുടങ്ങി, എന്ത് ദുഷ്ടനായ മകനാണ്, വാപ്പയെ നടത്തിക്കൊണ്ട് മകൻ വാഹനത്തിൽ യാത്ര ചെയ്യുന്നു. കുറെ കഴിഞ്ഞപ്പോൾ ആ മകൻ ഇറങ്ങിയിട്ട് വാപ്പ വാഹനത്തിൽ കയറി കഴുതപ്പുറത്ത് കയറിയപ്പോൾ കുറെ ആളുകൾ പറയാൻ തുടങ്ങി, എന്ത് ദുഷ്ടനായ മകനാണ്, വാപ്പയെ നടത്തിക്കൊണ്ട് എന്ത് ദുഷ്ടനായ വാപ്പയാണ് മകനെ നടത്തിക്കൊണ്ട് വാപ്പ വാഹനത്തിൽ കയറി സഞ്ചരിക്കുകയാണ്. അങ്ങനെ പ്രിയമുള്ളവരെ, കുറെ കഴിഞ്ഞപ്പോൾ രണ്ടുപേരും വാഹനത്തിന്റെ പുറത്തിറങ്ങി നടന്നു കഴിഞ്ഞപ്പോൾ കണ്ടുനിന്ന ആളുകൾ പറഞ്ഞു, ഇവന്ത് പൊട്ടന്മാരാണ്, ഒന്നാം നമ്പർ വാഹനമുണ്ടായിട്ട് രണ്ടുപേരും നടന്നുകൊണ്ടിരിക്കുന്ന പൊട്ടന്മാര് എന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കുന്നു. കഥയിലുള്ള നമുക്കുള്ള പാഠം എന്താണ്? എന്ത് ചെയ്താലും അതിനെ വിമർശിക്കുന്ന ആളുകൾ ദുനിയാവിന്റെ പുറത്തുണ്ടാകും. അതുകൊണ്ട് ലാ സലാമത മിൻ കലാമിൻ നാസി, ജനങ്ങളുടെ കലാമിൽ നിന്ന് നിനക്ക് ഒരിക്കലും ഒരു മോചനം ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ജനങ്ങളുടെ കലാമിലേക്ക്, സംസാരത്തിലേക്ക്, വർത്തമാനങ്ങളിലേക്ക് മാത്രം നോക്കാതെ ആരംഭപ്പൂവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിനക്ക് പഠിപ്പിച്ചു തന്ന അവിടുത്തെ അനുയായികളും അതുപോലെ തന്നെ സഹാബികളും താബിഈങ്ങളും താബിഉകളും ഒക്കെ നിനക്ക് കാണിച്ചു തന്ന സൽപാന്താവ്, അതിൽ നിനക്ക് ശരിയായിട്ട് തോന്നുന്നത് നീ ഉൾക്കൊണ്ടുകൊണ്ട് ജനങ്ങളുടെ വാക്കുകളിലേക്ക് നോക്കാതെ നീ മുന്നേറി കഴിഞ്ഞാൽ നിനക്ക് സമാധാനം ലഭ്യമാകുന്നതാണ്, നിന്റെ മനസ്സിന് ശാന്തി ലഭിക്കുന്നതാണ് എന്നാണ് മഹത്വക്കളായ ആളുകൾ ഈ പറഞ്ഞതിന്റെ താല്പര്യം. എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ, അതുകൊണ്ട് ഭൗതിക ലോകത്ത് ഇതുപോലത്തെ ആത്മീയ മജ്ലിസുകളിലൂടെ നമുക്ക് മനസ്സിന്റെ സമാധാനം നേടിയെടുക്കാൻ കഴിയണം. ആ നിലക്കുള്ള ഒരു മജ്ലിസാക്കി നമ്മുടെ ഈ മജ്ലിസിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റുമാറാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വിശുദ്ധ നാമത്തിൽ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.